നോക്കിയ E5 2010 ലോഞ്ച് ചെയ്ത ഈ സെറ്റ് നോക്കിയ ഏറ്റവും കൂടുതൽ വിറ്റഴിച്ച സെറ്റാണ്. സിബിയാൻ വി ഓപ്പറേറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ് ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. 1200 mAh ബാറ്ററിയും 6.1 cm ഡിസ്പ്ലേയും 5 മെഗാപിക്സൽ ക്യാമറയും 256 MB സ്റ്റോറേജുമാണ് ഈ സെറ്റിലുള്ളത്. ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ഉള്ള ഇത് 3Gയിലും 2Gയിലും സപ്പോർട്ട് ചെയ്യുമായിരുന്നു. 10 വർഷമായി യാതൊരുവിധ കംപ്ലൈൻറ്റും ഈ സെറ്റിന് ഉണ്ടായിട്ടില്ല. ഇപ്പോഴാണ് ഇത് താഴെ വീണ് ഇതൊന്ന് ഓഫായി പോയത്. ഇനി നമുക്കിതൊന്ന് അഴിച്ചു നോക്കാം. നമുക്ക് ഏത് മൊബൈൽ ഫോണിൻ്റെ കവറും വളരെ സിമ്പിളായിട്ട് ഓപ്പൺ ചെയ്തെടുക്കാവുന്നതാണ്. അതിനായി നമ്മൾ സെറ്റിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം ചെറുതായിട്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതുപോലെ പഴയൊരു സിം കാർഡ് ഉപയോഗിച്ച് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ കവർ ഓപ്പണായി വരുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ ഈ ഡിസ്പ്ലേ അഴിച്ചു മാറ്റുന്നത്. വളരെ ശ്രദ്ധിച്ചു വേണം ഡിസ്പ്ലേ അഴിക്കുമ്പോൾ. ഇതിൻ്റെ കേബിളുകൾ ഡാമേജ് ആവാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചു വേണം ഇതിൻ്റെ ഡിസ്പ്ലേ അഴിച്ചു മാറ്റേണ്ടത്. സ്മാർട്ട് ഫോണുകളായാലും ലാപ്ടോപ്പുകളായാലും അതിൻ്റെ ഡിസ്പ്ലേ മദർ ബോർഡുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് ഒരു സാറ്റാ കേബിൾ വഴിയാണ്. താഴെ വീഴുമ്പോൾ ഈ സാറ്റാ കേബിൾ ഡിസ്പ്ലേയിൽ നിന്ന് വിട്ടുപോകാനുള്ള സാധ്യത കൂടുതലാണ്. ഞാനിപ്പോൾ അഴിച്ചു നോക്കുമ്പോൾ ഈ സെറ്റിൽ നിന്ന് സാറ്റാ കേബിൾ ലൂസായിരിക്കുമായിരുന്നു. ഇനി നമുക്കിത് ഇട്ട് നോക്കാം ഇത് വർക്ക് ചെയ്യുമോ എന്ന്. നമ്മൾ തിരിച്ച് ഡിസ്പ്ലേ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിനൊരു ഗമ്മുണ്ട് ഈ ഡിസ്പ്ലേ ഒട്ടിക്കാൻ വേണ്ടി. അതില്ലാത്തത് കൊണ്ട് ഞാനിവിടെ ഫെവിക്കോളിൻ്റെ ഈ ഗമ്മ് വെച്ചാണ് ഈ ഡിസ്പ്ലേ ഒട്ടിച്ചെടുക്കുന്നത്.
ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനോടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതാണ്.